मंथ का प्यार है हमारा। मोनालिसा प्रपोज किया मुझे, मैं मना किया शुरुआत में, लेकिन मोनालिसा बोला नहीं हमें करना है, अच्छा लगा। ठीक है माता जी, ये बताइए इनका इनका जो डेट ऑफ बर्थ कितना है ये मोना का? कैसे बोलो? जन्म 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 तीयरी कितना है? मेरा जन्म देखो, मेरी लड़की का जन्म 16 साल का ये। तो मेरे पति, हेलो, मेरी लड़की का 16 साल का। ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മൊണാലിസ. നമ്മളെല്ലാവരും ഒരു സമയത്ത് ഭയങ്കര ആകാംക്ഷയോടെ നോക്കിയിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അല്ലേ? നീലക്കണ്ണുള്ള രാജകുമാരി. അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു ആ കുട്ടിയെ കണ്ടാൽ. നല്ല ഭംഗിയുള്ളൊരു പെൺകുച്ച്, അതും ഒരു ഇതും ഇല്ലാതെ ഈ മാല വിറ്റ് വെയിലും മഴയൊക്കെ കൊണ്ടു കിടക്കുന്നൊരു കുട്ടി. പക്ഷെ അതിനെ കാണാൻ ഭയങ്കര സൗന്ദര്യമായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു മേക്കപ്പ് ഇട്ട് കിടക്കുന്ന ഓരോ അവളുമാരെക്കാൾ എത്രയോ നല്ലതാണ്. ഈ ഉദ്ഘാടനത്തിനൊക്കെ വരുന്ന സമയത്താണ് അങ്ങനെയുള്ള കമൻസ് ഒക്കെ വന്നിട്ടുള്ളത്. കോലം കെട്ടി വരുന്നു, ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെയാണ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുണ്ട്. അങ്ങനെ നമ്മുടെ ബോബി ചമ്മണ്ണ ഒരു കുട്ടിയെ കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഭയങ്കര ഒരു ഇതായതായിരുന്നു. അതിനെ എല്ലാവരും ഭയങ്കര ഇതായിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ണുകളായിരുന്നു ഏറെ പ്രത്യേകത എന്നുള്ളൊരു വൈരക്കല്ല് വെച്ചേക്കുന്ന പോലെ തോന്നുമായിരുന്നു അതിൻ്റെ കണ്ണ് കണ്ടല്ലോ. അത്രയ്ക്ക് ഭംഗിയായിരുന്നു, അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ആ കുഞ്ഞിനെ. എല്ലാവരും കുഞ്ഞെന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് പറഞ്ഞത് അതിന് 16 വയസ്സുള്ളതെന്നാണ് പറഞ്ഞത്. 16 വയസ്സുള്ളൊരു പെൺകുട്ടി എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഒരു പെൺകൊച്ച് തന്നെയായിരുന്നത്. അതിനെ ആ സമയത്ത് ക്യാമറയും കൊണ്ട് ഓരോരുത്തർ വരുമ്പം അവരുടെ ഇടയിൽ നിന്ന് മറച്ച് സംരക്ഷിക്കുന്ന വീട്ടുകാർ, അങ്ങനെ ഓരോന്നും അതിനെ അത്രയും സ്നേഹത്തോടെ കൊണ്ട് നിലനിർത്തുന്നതാണ് ഇപ്പം ആ കുട്ടി ഈ കേരളത്തിൽ വന്ന് ഒരു വിവാഹം കഴിച്ചേക്കുന്നത്. കേരളത്തിൽ വന്ന് കേരളത്തിലുള്ള ഒരാളെ അല്ല വിവാഹം കഴിച്ചേക്കുന്നത്. അപ്പം അങ്ങനെ വിവാഹം കഴിച്ചു. ആ വീട്ടുകാർ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിലൊക്കെ ശരിയും തെറ്റുകളും ഒക്കെ നിങ്ങളും കൂടെ കേട്ടതിന് ശേഷം പറയുക. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഒരു പ്രണയവിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റാന്ന് ഞാൻ പറയത്തില്ല. കാര്യം ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാളാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ തെറ്റാന്ന് പറയത്തില്ല പ്രണയവിവാഹം. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്നാമത് പ്രായം നോക്കണം, രണ്ടാമത് ഒരു കുറച്ച് നാളത്തെ പരിചയമുള്ള 6 മാസത്തെ. ഇപ്പോൾ അതൊന്നും വലിയ പ്രത്യേകതയൊന്നുമല്ല. 2 ദിവസത്തെ പരിചയത്തിൻ്റെ പുറത്ത് ഒളിച്ചോടി പോകുന്ന പിള്ളേരുണ്ട്. അത് പണിയും മേടിച്ച് കിട്ടി തിരിച്ചു വീട്ടി വരുന്നവരുമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ ഒന്ന് പരിചയപ്പെട്ട് അങ്ങനെയാണെന്ന് പറയുന്നു. പല കഥകളാണ് വരുന്നത്. ചിലർ പറയുന്നു ഈ പയ്യൻ ഈ കുട്ടികളോട് അഭിനയിക്കാൻ വന്നിട്ടുണ്ട്, അദ്ദേഹം ഒരു നടനാണ് എന്ന് പറയുന്നു. പക്ഷെ എന്നെയുള്ള പെൺകുട്ടിയേക്കാൾ നല്ല പ്രായമുള്ള ഒരു പയ്യനാണത്. അദ്ദേഹം എല്ലാം ആ പെൺകൊച്ചിനെ അങ്ങ് ഒരുമാതിരി ഇതാക്കി പറയുന്നുണ്ട്. ഇതാക്കിയെന്ന് വെച്ചാൽ ഒന്നും പുള്ളിയുടെ നിർബന്ധത്തിനല്ല നടന്നത്, എല്ലാം പുള്ളിക്കാരിയുടെ നിർബന്ധത്തിന് നടന്നു. പ്രപ്പോസ് ചെയ്തത് പോലും പുള്ളിക്കാരിയാണ് അങ്ങോട്ട് എന്നുള്ളവർ. ഇനി ഇത്രയും ലോകം അറിയുന്ന ഒരു സുന്ദരി പെണ്ണിനെ ഞാൻ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്തില്ല, അവൾ എന്നെ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തു എന്നാണ് ഉള്ള മൈൻഡാണ് ഇവൻ പറയുന്നത്. നമുക്കറിയാനൊക്കത്തില്ല. എന്നതാണേലും അതൊരു സത്യം ഒരു നിഷ്കളങ്കമായൊരു നോട്ടവും. അതിന് ഈ ലോകം എന്നാന്ന് പോലും അറിയത്തില്ല. ഒന്നാമത് അതിന് വിദ്യാഭ്യാസമില്ല കൊച്ചിന്, ഒരു പഠിത്തമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഈ മാല കച്ചവടം ചെയ്ത് നടന്ന അവരുടെ വീട്ടുകാരുടെ കൂടെ നടന്നുള്ളൊരു കൊച്ചാണ്. ആകെപ്പാടാൻ അറിയുന്ന ഭാഷ എന്ന് പറയുന്നത് ഹിന്ദി, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വീട്ടുകാരുടെ ഒരു മാനസികാവസ്ഥയെന്ന് ഓർത്ത് നോക്കി. ഒന്നാമത് പെൺകൊച്ച് വേറെ ലോകം കണ്ടിട്ടില്ല, വേറെ സ്ഥലം ഒന്നിനെപ്പറ്റി അറിയത്തില്ല. അത് ഇപ്പം ഈ ഒരു ഇതൊക്കെ അതിന് ശേഷമാണ് അതൊരു സിനിമയിലോ പിന്നെ എന്ത് സീരിയലിലോ അതിൻ്റെ പരസ്യത്തിലോ അതിന് ഷോർട്ട് ഫിലിമോ അങ്ങനെ എന്തൊക്കെ അത് അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ലോകത്തെപ്പറ്റി അതിന് ഒരു പരിചയമില്ലാത്തൊരു കൊച്ചാണ്. അത് ഇങ്ങനെ അവരുടെ കൈവിട്ട് പോവുക. ആ വീട്ടുകാർ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ്. ക്യാമറ കൊണ്ട് വരുമ്പം ആ കൊച്ചിനെ പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിക്കുന്ന അതിൻ്റെ കൂടപ്പുറപ്പിനെയും അതിൻ്റെ അമ്മയും എല്ലാം നമ്മൾ കണ്ടാണ്. അവരെത്ര ഇതായിട്ടാണ് അതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയും അവർ സംരക്ഷിച്ചു. അതുപോലെ തന്നെയല്ല ഈ പെങ്കൊച്ചാണേലും. ഏതോ ഒരു വീഡിയോ കണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കും സങ്കടത്തോടെ വീടുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കൊച്ചാണത്. അത് ഇവരെല്ലാം ഉപേക്ഷിച്ച് അതിന് മറ്റൊരു വിവാഹം വീട്ടുകാരാലോചിച്ചു എന്നൊരു കാരണം കൊണ്ടാണ് അത് ഇറങ്ങിപ്പോകുന്നത്. അല്ലാതെ അതിനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അതിനെ പൂട്ടിയിടുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ട് അത് പറയുന്നില്ല. അങ്ങനെ വേറൊരു വിഭാഗത്തിന് പറഞ്ഞു, ഈ ഒരു വിഭാഗം എതിർത്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് പല ഇതായിട്ട് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് ഈ പെങ്കൊച്ച് ക്രിസ്ത്യനാണെന്ന് പറയുന്നുണ്ട്, പയ്യൻ മുസ്ലിമാണെന്നാണ് ആദ്യം തൊട്ടേ എല്ലാവരും പറയുന്നത്. പിന്നെ ചിലർ പറയുന്നു പെങ്കൊച്ച് ഹിന്ദുവാണ്, പയ്യൻ മുസ്ലിം, അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിലേതാണെന്ന് എനിക്കത്. പക്ഷേ എന്നെ അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നടത്തുന്നതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ആ വീട്ടുകാരുടെ ഒരു സിറ്റുവേഷൻ ഓർത്ത് വയ്ക്കും. ഇന്ന് നമുക്കറിയാവുന്ന നാട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു ചെറു പ്രായത്തിൽ അതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരുടെ അവസ്ഥ എന്നതായിരിക്കും. ഓരോ അമ്മമാർക്കും മനസ്സിലാകും ആ ഒരു വേദന. അമ്മമാർക്ക് മാത്രമല്ല, ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്ന അപ്പനും മനസ്സിലാകും ആ ഒരു വേദന. ഇത് അവരുടെ നാട് വിട്ട് വേറൊരു സ്ഥലത്തേക്ക്, അവിടുത്തെ ഭാഷ അറിയത്തില്ല, ഒന്നുമില്ല, അവിടേക്ക് വന്നിരിക്കുന്ന കൊച്ചാണ്.
അത് ഈ ഒരു പയ്യൻ, ഈ ഒരു മനുഷ്യൻ ആ കുഞ്ഞിനെ എത്രമാത്രം നോക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. ഈ ഇദ്ദേഹത്തിൻ്റെ നാട് എവിടെയെന്നോ ഇദ്ദേഹം എന്നാന്നോ ഒന്നും പറയുന്നത് അങ്ങനെ കേട്ടില്ല. ഞാൻ ഇനി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആരും കേട്ടിട്ടുണ്ടെങ്കിൽ പറയുക. ഞാൻ കേട്ടില്ല ഏത് നാട്ടിലാണെന്നോ എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും വന്നു, എല്ലാവരും കൂടെ കൂടി നിന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. കേരള സ്റ്റോറി അല്ല എന്ന് പറഞ്ഞു. ആ ഒരു സിനിമയുടെ ഇതാക്കിക്കൊണ്ടാണ് എല്ലാവരും ഇതിനെ മുൻകൈ എടുത്ത് ഇത്രയും ഇതായിട്ട് നടത്തിയത്. ആ കുട്ടിയുടെ അമ്മ സംസാരിക്കുന്നുണ്ട്. ആ വോയിസ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. അവർ പറയുന്നത് കൊച്ചിന് 16 വയസ്സായിട്ട് ഉള്ളെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കൊച്ചിനെ കൊടുത്തിരിക്കുന്ന ആധാറിനകത്താണെങ്കിൽ ആ കൊച്ചിന് 18 വയസ്സ് കഴിഞ്ഞ് ജനുവരി 1-ാം തീയതി ആയപ്പോഴത്തേക്ക് അതിന് 18 വയസ്സായി എന്നുള്ളതാണ്. 2008 കാണിച്ചിരിക്കുന്നത്. അത് ഒറിജിനലായിരിക്കും തോന്നുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫേക്കായിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ മന്ത്രിമാരും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു കല്യാണമാണ്. മന്ത്രി പിന്നെ പോലീസുകാരും ഒക്കെ ഇത് അന്വേഷിച്ച് കാണും, ഇത് ഒറിജിനലാണോ, കൊച്ചിന് 18 വയസ്സ് കഴിഞ്ഞോ എന്ന് നോക്കിയിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ അപ്പനെ വിളിച്ചു വരുത്തി അദ്ദേഹം ഈ കൊച്ചിനെ എങ്ങനെയും പറഞ്ഞ് തിരിച്ച് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം നോക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ അവിടെ പിടിച്ച് അവരെല്ലാം കൂടി ഇരുത്തുകയാണ് ചെയ്തത്. എല്ലാവർക്കും ഈ കൊട്ടി ഘോഷിക്കുന്നുണ്ട്. കേരളം മുഴുവൻ ഇപ്പോൾ ഈ ഒരു കല്യാണവും കാര്യങ്ങളും എല്ലാം കൊട്ടി ഘോഷിച്ച് അങ്ങനെ ഒരു കല്യാണം നടത്തി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു കുടുംബമുണ്ട്, ആ പെൺകൊച്ചിൻ്റെ വീട്ടുകാർ. അവരുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ അവർക്ക് സമാധാനിക്കാം. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുണ്ട്, ഞങ്ങളുടെ കണ്ണുമുന്നിൽ ഉണ്ട്. അവരുടെ കണ്ണുമുന്നിൽ പോലും ഇല്ലാതെ അവർക്ക് അറിയാൻ മേലാത്തൊരു സ്ഥലത്ത് ആ അപ്പനെ വിളിച്ചതേ അദ്ദേഹം ഓടിയെത്തി എന്നാണ് പറയുന്നത്. കാര്യം ഈ കൊച്ചിനെ എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുപോകാനായിട്ട്. അതിനിപ്പോൾ 18 വയസ്സുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ 18 വയസ്സുള്ളൊരു കൊച്ച്, അതിന് സത്യം പറഞ്ഞാൽ ലോകം എന്നാന്നറിയാൻ മേലാത്തൊരു പെൺകൊച്ചാണ്. അത് ഒരു ഇഷ്ടത്തിന് എടുത്ത് ചാടിയതായിരിക്കാം. നാളെ ഒരു ദിവസം ഇതിന് തിരിച്ചു പോകണമെന്ന് തോന്നി, അല്ലെങ്കിൽ ഇവൻ എങ്ങനത്തെ വേണം, ഈ കുഞ്ഞിനെ സ്നേഹിക്കുമോ, അല്ലെങ്കിൽ ഈ കൊച്ചുമായിട്ട് നല്ല ഇതായിട്ട് പോകുമോ, ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ പ്രണയിച്ച് പോകുന്നിടത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കുറേ കഴിയുമ്പോഴത്തേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്കാണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആലോചിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുന്നത് പോലും നേരെ ചൊവ്വേ പോകുന്നില്ല ഇന്നത്തെ കാലത്ത്. അപ്പോഴാണ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ആ പയ്യൻ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. मंथ का प्यार है हमारा। मोनालिसा प्रपोज किया मुझे, मैं मना किया शुरुआत में, लेकिन मोनालिसा बोला नहीं हमें करना है, अच्छा लगा। यहाँ पे हम घूमने के लिए आए, हमें ये मंदिर अच्छा लगा और यहाँ पे केरला के लोग बहुत अच्छे हैं, इसलिए हमने चूज किया कि हम यहाँ पे ही शादी करेंगे इसी मंदिर से। അത് വരുന്നത് മൊണാലിസ പ്രപ്പോസ് ചെയ്തു, അല്ലാതെ ഇവൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തൊന്നും അല്ല. മൊണാലിസ അതുപോലെ കല്യാണക്കാരാണെങ്കിലൊക്കെ ഇവർ പറയുന്നുണ്ട് ഈ പെൺകൊച്ചിൻ്റെ നിർബന്ധമാണ് കല്യാണം. എന്തിന് കല്യാണം കഴിച്ചത്, ഇവിടെ വന്ന് കല്യാണം കഴിച്ചപ്പോൾ കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് ഒരു അവരെന്തോ ഒരു യാത്ര പോലെ ഒരു കറങ്ങാനായിട്ട് ഇറങ്ങിയതാണെന്നോ അങ്ങനെയൊക്കെയാണ് ഓരോ ഇതിലൂടെയും പറയുന്നുണ്ട്. കറങ്ങാനായിട്ട് ഇറങ്ങിയതാണെന്നും അവിടുന്ന് അമ്പലം കണ്ടു, കല്യാണം കഴിച്ചു, ആ ഒരു മൈൻഡാണ് പറയുന്നത്. അല്ലാതെ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു, ഞാൻ ഇവിടെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ എൻ്റെ കൂടെ എൻ്റെ മരണം വരെ കാണും, അതൊന്നുമല്ല അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്. വേറെ എന്തൊക്കെയോ ആണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരു സാധാരണ ഇങ്ങനെ ചോദിച്ച് അന്യനാട്ടിൽ നിന്ന് വന്ന് ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മൈൻഡിലേ കൊടുക്കേണ്ടത്. ആ കൊച്ചിനെ എൻ്റെ മരണം വരെ ഇവിടെ എൻ്റെ കൂടെ കാണും, ഞാനിവിടെ പൊന്നുപോലെ നോക്കും, കളയുകയല്ല. ഞങ്ങൾ കല്യാണം കഴിച്ച കാര്യങ്ങളും ഇതൊക്കെയായിട്ട് വേറെ ഒരു രീതിക്കാണ് പറയുന്നത്. അതേസമയം പെൺകൊച്ചങ്ങനെ അധികമൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് പറയുന്നു വീട്ടുകാർ സമ്മതിച്ചില്ല കല്യാണത്തിന്, അതുകൊണ്ട് സമ്മതിച്ചില്ല, അത്രയേ ഉള്ളൂ. പോന്നു, ഇറങ്ങിപ്പോന്നു, ഇയാളുടെ കൂടെ ജീവിക്കാനായിട്ട് പോകുന്നു. ഹാപ്പിയാണോ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. ആ കൊച്ചിന് സന്തോഷമായി. സന്തോഷമാണോ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷമാണെന്ന് പറയുന്നുണ്ട്. അത്രേ അതിനറിയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ട് കിടക്കുന്ന ജീവിതത്തെപ്പറ്റിയോ ഒന്നും അതിന് ചിന്തിക്കാനുള്ള ഇതുപോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നെയാണ് നമുക്ക് വാർത്തയ്ക്ക് എത്ര വന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന തരത്തിൽ പ്രചരണം നടത്തിയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാനത്തെ മന്ത്രിയും വിവാഹത്തിൽ പങ്കെടുത്തത്. CPM നടത്തിക്കൊടുക്കുന്ന വിവാഹമായി ഇതിനെ ചിത്രീകരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് മൊണാലിസയുടെ പ്രായം സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വന്നത്. ഇന്ത്യ ടുഡേ കഴിഞ്ഞ വർഷം മൊണാലിസയുടെ ജന്മദിനത്തിൽ റിപ്പോർട്ട് ചെയ്തത് 16 വയസ്സ് എന്നാണ്. ജനുവരി 21, 2009 ഡേറ്റ് ഓഫ് ബർത്തായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊണാലിസയുടെ നിലവിലെ പ്രായം 17 വയസ്സും 2 മാസവുമാണ്. മൊണാലിസയുടെ ജന്മദിനത്തിൽ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും 16 വയസ്സ് എന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച ആധാറിൽ 1/1/2008 വിവാഹം നടക്കുന്നതിനായി ആധാറിൽ കൃത്രിമം നടത്തിയതാണോ എന്നാണ് നിലവിൽ സംശയമായി ഉയരുന്നത്. മൊണാലിസയുടെ പ്രായത്തിൽ വ്യക്തത വരുത്താതെയും ബന്ധുക്കളുമായും സംസാരിക്കാതെയുമാണ് CPM വിവാഹത്തിന് മുൻകൈയെടുത്തത്. മുസ്ലിം യുവാവ് ഹിന്ദു യുവതിയെ കല്യാണം കഴിക്കുന്നു എന്നതിനെ റിയൽ കേരള സ്റ്റോറിയായി പ്രചരണം നടത്തി കല്യാണം കൊഴിപ്പിക്കുകയായിരുന്നു. എന്നാൽ മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായില്ല എന്ന് തെളിഞ്ഞാൽ വിവാഹം നടത്തിയവർക്കെതിരെയും കേസെടുക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിയും അടക്കമുള്ളവർ നിയമത്തിന് മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. ഇത് കറക്റ്റാണ്. കാര്യം പെൺകുട്ടിക്ക് 16 വയസ്സുള്ളെങ്കിൽ ഇത് കൂട്ടുനിന്നവരും എല്ലാം ചിലപ്പോൾ പെടേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആധാറിനകത്തുള്ളത് കറക്റ്റ് ആയതുകൊണ്ടായിരിക്കാം. വേറെ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ വരുന്ന പണി എന്നാന്നുള്ളതും അറിയാമല്ലോ, അതുകൊണ്ട് നോക്കിയിട്ടായിരിക്കും ചെയ്തതെന്ന് തോന്നുന്നു. ഇത് ജനം TV ക്ക് അത്ര വന്നൊരു ന്യൂസാണ്. അവർ പിന്നെ അങ്ങനെയൊക്കെ പറയുള്ളൂ.
എന്നാണേലും കല്യാണത്തെ പറ്റി ചോദിക്കുമ്പോഴേ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ചായ കുടിക്കാൻ വന്നു ഒരു ചായ കുടിച്ചു എന്നൊക്കെ ഉള്ളൊരു ചായ കുടിക്കാൻ തോന്നി, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ ഇഷ്ടം തോന്നി, അങ്ങനെ ചായ കുടിച്ചു എന്ന് പറയുന്ന പോലെയാണ് കല്യാണം കഴിച്ച കാര്യം പറയുന്നത്. ഇവിടെ വന്ന് അമ്പലമൊക്കെ കണ്ടപ്പം കല്യാണം കഴിക്കാൻ തോന്നി, കല്യാണം കഴിച്ചു. അതാണ് പറയുന്ന ഒരു കാരണം. അല്ലാതെ അവരൊരു പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ ഒരു ജീവിതത്തെ പറ്റി മുന്നോട്ടോ അങ്ങനെയൊന്നുമല്ല അവരൊരു സംസാരം. ഇത് നേരെ ചൊവ്വേ പോയാൽ രക്ഷപ്പെട്ടു, എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും പണിയായി തീർന്നാൽ ഈ കൂട്ട് നിന്നവരെല്ലാം ഇതിൽ പെടും. അതുകൊണ്ടാണ് ഒരു കാര്യം വന്നു, ഇനി ആ കൊച്ചിന് 18 വയസ്സേ ഉള്ളൂ, അത്ര ആയിക്കോട്ടെ, വീട്ടുകാർ വന്ന് അവരോടൊന്ന് സംസാരിച്ച് ആ പെങ്കുച്ചിനോട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരു സാവകാശം എന്നതിനും അതല്ലേ വേണ്ടത്. ഇതിപ്പോൾ കേരള സ്റ്റോറി അല്ല എന്ന് കാണിക്കാനാണ് എന്നും പറഞ്ഞ് കാണിച്ചേച്ച് നാളെ ഇതിനേക്കാൾ വലിയൊരു ദുരന്തമാണ് വരുന്നതെങ്കിൽ അതിനാര് മറുപടി പറയും? അത് ആർക്ക് നഷ്ടം വരും? ആ വീട്ടുകാർക്ക് മാത്രമേ നഷ്ടം വരുള്ളൂ. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് 2 മതത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് തെറ്റാന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. 2 മതത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നുണ്ട്, അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ അത് കല്യാണം കഴിക്കുന്നുണ്ട്, തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേങ്കിൽ ആ കൊച്ചിൻ്റെ പ്രായവും അതിൻ്റെ അത് വളർന്നു വന്ന് അതെല്ലാം നമുക്കറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ ആരും അറിയാൻ മേലാത്തൊരു കൊച്ചല്ല അത്. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പഠിക്കാൻ പോയിട്ടില്ല, അതിനൊന്നും അറിയില്ല എന്നൊക്കെ ആ സമയത്ത് അത്രയും കാര്യങ്ങൾ നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് അറിയാവുന്നിടത്ത് ഇങ്ങനെ ഒരു എടുത്തുചാട്ടം കാണിച്ച് ആ കൊച്ചു വന്നപ്പോഴത്തേക്ക് അതിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് സമാധാനിപ്പിച്ച് ആ കാര്യങ്ങളിലേക്ക് അതിൻ്റെ വീട്ടുകാരെയും വിളിച്ചു വരുത്തി, ഇനി ആ പയ്യൻ എവിടെയാണുള്ളത് അതിൻ്റെ വീട്ടുകാരെയും വിളിച്ചു വരുത്തി, ഇങ്ങനെ ഇവനൊരു വിവാഹം കഴിച്ചതാണോ, അവന് വേറൊരു കുടുംബമുണ്ടോ, ഒന്നും അറിയില്ല. ഒന്നും അറിയാതെ കല്യാണവും കഴിപ്പിച്ച് എല്ലാം കൊടുത്തു, സെറ്റാക്കി, അത്രയേ ഉള്ളൂ. ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. മൊണാലിസയ്ക്ക് 16 വയസ്സെന്ന അമ്മ പറയുന്ന ശബ്ദ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു. देखो मेरी बात समझो, मेरा आदमी एक ही लाए, दोनों माए बेटे गए थे। आप केरला से बात कर रहे हो ना सर? तेरे पाँव पड़ू। मेरे आदमी को वो लोगों ने कब्जे में ले लिया, उसको थाने में बिठा दिया। मेरी लड़की को कुछ खिला पिला दिया, तो मेरी लड़की से कुछ बोले भी नहीं, कुछ घर की बात भी नहीं, और मेरी लड़की से शादी जबरदस्ती कर ली सर। तेरे पाँव पड़ू। मेरा आदमी अभी देखो केरला में बैठा है, एयरपोर्ट में बैठा है सर। एयरपोर्ट में, ठीक है। माता जी ये बताइए, इनका जो डेट ऑफ बर्थ कितना है ये मोना का? कैसे बोलो? जन्म तीयदी कितना है? मेरा जन्म देखो, मेरी लड़की का जन्म 16 साल का ही है। तो मेरे पति हेलो, मेरी लड़की का 16 साल का ही है। देखो आप भी फेमस हुई थी, 16 साल की है। കുട്ടിക്ക് 16 വയസ്സിൽ, അതുപോലെ തന്നെ അതിനെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുവന്ന് കല്യാണം നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അത് ഇവിടുത്തെ മന്ത്രിമാരും എല്ലാം കൂടി ചെയ്തു എന്നൊരിതാകും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർ ആ ഒരു അവരുടെ ഹസ്ബൻഡിനെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നു, പോലീസ് സ്റ്റേഷൻ പിടിച്ചു വെച്ചേക്കുന്നു, അങ്ങനെ ഒരുപാട് നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നാറുണ്ട് കേട്ടോ. അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് കഷ്ടം തോന്നാറുണ്ട്. കാര്യം അവർക്ക് എത്രമാത്രം അവർ തീ തിന്നുന്നുണ്ടായിരിക്കും എന്ന് ചിന്തിക്കും. നമ്മുടെ ഒരു കുഞ്ഞ് നമ്മുടെ ഈ കേരളം വിട്ട് ഒന്നും വേണ്ട തമിഴ്നാട്ടിൽ പോയാണേലും എന്തെങ്കിലും ഒരു ഇതുണ്ടായാൽ നമുക്ക് എന്തുമാത്രം വെപ്രാളമായിരിക്കും. അന്യനാട്, വേറൊരു ആൾക്കാർ, ഭാഷ പോലും വേറെ, അവിടെ പോയി നമ്മുടെ കുഞ്ഞ് എങ്ങനെ ഇതാകും, അത് രക്ഷപ്പെടും, അതിനെന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആ ഒരു വെപ്രാളം എത്രമാത്രം ഉണ്ടായിരിക്കും. ഇപ്പം ആ പെൺകൊച്ചിന് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനുള്ള ഒരു ബോധമില്ല, അതുകൊണ്ട് അതിനറിയില്ല. അവരെത്രമാത്രം ഇരുന്ന് വിഷമിക്കുന്നുണ്ടാകും. ഇപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ബഹളം വെച്ച് കല്യാണമൊക്കെ നടത്തി കൊടുത്തു, ഒരു വീട്ടിൽ കൊണ്ടുപോയി കയറുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. എത്ര ദിവസം ഇവരൊക്കെ സംരക്ഷിക്കും? എത്ര ദിവസം? ഇപ്പോൾ ഈ ഒരു ചാനലുകാരും എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്, എല്ലാവരും സംരക്ഷിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പതിയെ അവരവരുടെ കാര്യങ്ങളിലേക്ക് പോകും. പിന്നെ ഈ ഒരു ചർച്ച പോലും കാണത്തില്ല നമ്മുടെ കേരളത്തിലെ പല കാര്യങ്ങളും നമുക്കറിയാം ഇതുപോലാണെന്നുള്ളത്. ആദ്യം വലിയ കൊട്ടി ഘോഷിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകും. അന്നേരത്തെ ഒരു ചൂടെന്നുള്ള സമയത്തുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവർ എന്നെ ചെയ്യുന്നതെന്ന് പോലും നോക്കാൻ ആൾക്കാർ പോകത്തില്ല. ഇതൊന്നും ചിന്തിക്കാൻ പോലില്ലാത്ത, സത്യം പറഞ്ഞാൽ ഇവന് നല്ല പ്രായം തോന്നുന്നുണ്ടോ കൊച്ചിനേക്കാളും? മറ്റു വിവാഹം കഴിച്ചതാണോ എന്നതാണോ ഒന്നും നമുക്കറിയാൻ ഒക്കത്തില്ല. എടുത്ത് ചാടി ഒരു കല്യാണവും കഴിച്ച് ഇനി ഒക്കത്തൊരു കുഞ്ഞും കൂടെ ആയി കഴിയുമ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യം വെച്ചാൽ ഒരു പെൺകൊച്ചാണ്, അതിന് ഒരു പാവം പിടിച്ച കൊച്ചാണ് അതിനെ കണ്ടിട്ട്.
അപ്പോൾ എല്ലാവരും പറയുമായിരിക്കും പാവം പിടിച്ച കൊച്ചാണോ വീട്ടുകാരെ ധിക്കരിച്ചിറങ്ങിപ്പോയെന്ന്. പക്ഷേ അതിനറിയില്ലായിരിക്കാം, അതിനിഷ്ടം തോന്നി, അത് ഇഷ്ടപ്പെട്ടു, വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അപ്പോൾ അത് വിചാരിച്ച് കാണും ഇവൻ്റെ കൂടെ അങ്ങ് പോകാം. പിന്നെ അതിനെ ഓർത്താണ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ വന്നൊരു ഇതുള്ളതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ആരുടെയും സപ്പോർട്ടില്ലാതെ ഇതിവിടെ വരുമോ എന്നാണ് ചോദിക്കുന്നത്. കാര്യം ഒരിക്കൽ വന്നു, ഒന്നും അതിന് ബോബി ചെമ്മണ്ണൂർ കൊണ്ടുവന്ന് വെച്ച് അത് കയറി തിരിച്ചു പോയി. അങ്ങനെ ഒരിടത്തേക്ക് അത് ഒരു പരിചയവും ഇല്ലാതെ വന്ന് ഇവരുടെ കൈ വന്ന് മന്ത്രിമാരുടെ അടുത്തോട്ട് വരിക, അത് വെച്ച് ഇതൊരു ഇതില്ലാതെ ഇവിടേക്ക് തന്നെ വരിക എന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല, ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നതായാലും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം ഒരു പെൺകൊച്ചാണ്. അതിന് ഒരു ആപത്തും വരാതെ അത് നല്ലൊരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പറയുന്നു. ഓരോ പെൺകുട്ടികളും ഇത് കണ്ട് ഇനി പലരും എടുത്ത് ചാടി ഓരോന്നും കാണിച്ചു കൂട്ടും. കൊച്ചു പിള്ളേരായിരിക്കും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടാൻ പോകുന്നത്. ഒരിക്കലും നിങ്ങൾ ഈ കാണുന്നതൊന്നുമല്ല ജീവിതം എന്ന് മനസ്സിലാക്കുക. ഇതൊന്നുമല്ല, ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഇതായിട്ടങ്ങ് വന്നേക്കുന്നു. നാളെ നമ്മളൊരു ഇതുപോലെ ഒരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതും ഉണ്ടാകാം, ചീത്തയും ഉണ്ടാകാം. പക്ഷെങ്കിൽ എല്ലാം ഒന്നും നല്ലതാകണമെന്നില്ല. ആദ്യം ഒരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്നതിന് ശേഷം ഏത് പ്രണയമാണേലും അതിലേക്ക് പോവുക. കാര്യം എന്നാന്ന് വെച്ചാൽ നാളെ നമ്മളെ എല്ലാവരും തള്ളിക്കളയുമ്പം നമ്മൾ നടുകടലിൽ നിൽക്കുന്ന ഒരവസ്ഥ വരില്ലേ. അതുകൊണ്ടാണ് ചിലത് നല്ലതാകും, ഇല്ലെന്ന് പറയുന്നില്ല. ചില പ്രണയഭാഗം നല്ലതാകാറുണ്ട്, സുഖജീവിതവുമായിരിക്കും, നല്ലതുമായിരിക്കും അവർക്ക്. പക്ഷെ ചിലതൊക്കെ പെട്ടുപോയതാണ്. അങ്ങനെ ചെന്ന് നടുകടലിൽ നിന്ന് കൈയിട്ടടിച്ച് ലാസ്റ്റ് മരണം മാത്രമേ മുന്നിലുള്ളൂ എന്നൊരവസ്ഥ വരും. അതിനൊക്കെ നല്ല സ്വന്തമായിട്ടൊരു ജോലി എടുക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ചിലർക്കൊക്കെ തോന്നും, ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തേക്കാം എന്ന്. സോഷ്യൽ മീഡിയ വരുന്ന പല കാര്യങ്ങളും അത് സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അത് ജീവിതവുമായിട്ട് യാതൊരു ബന്ധത്തിനും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അത് വേറൊരു ലോകമാണത്. ആ ലോകം എന്ന് പറയുന്നത് നമുക്കവിടെ പൈസ ഇല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. ഒരു കാര്യം നമ്മൾ പറയും, എങ്ങനെ പ്രണയിച്ചടക്കം പറയും, എങ്ങനെ വേണേലും നമുക്ക് ജീവിക്കാം, പട്ടിണിയാണെങ്കിലും 10 ദിവസം പട്ടിണി കിടന്ന് കഴിയുമ്പോഴത്തേക്ക് തമ്മിത്തല്ലുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ ക്ഷമിക്കാൻ ശക്തിയുള്ളവരായിരിക്കണം. വീട്ടിൽ നല്ല സുഖമായിട്ട് ആഹാരവും കഴിച്ച് അപ്പൻ്റെ അമ്മയുടെയും സംരക്ഷണത്തിൽ അവരുടെ സ്നേഹവും കിട്ടി വളർന്നിച്ച് പെട്ടെന്നൊരിതിലേക്ക് പോയി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളാകും, അപ്പോൾ വഴക്കാകും, ബഹളമാകും. അതൊക്കെ ആയിരിക്കും. അതിനേക്കാൾ നല്ലത് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, പഠിച്ചൊരു ജോലി മേടിച്ചതിന് ശേഷം. അല്ലാതെ ഈ സോഷ്യൽ മീഡിയ കാണുന്നത് കണ്ടിട്ടൊന്നും ഒരു പെൺകുട്ടികളും ഇതിലേക്ക് തിരുത്തി ചാടാനായിട്ട് നിൽക്കരുത്. പിന്നെ ഇപ്പോഴുള്ള പിള്ളേരൊക്കെ കുറച്ചും കൂടെ ഒക്കെ കാര്യോരുത്തരോട് കാര്യങ്ങൾ കാണുന്ന കുഞ്ഞുങ്ങളാണ്. എല്ലാവർക്കും ജോലിയാണ് മുഖ്യം, അതാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ചെന്ന് പെടുകയില്ല. എന്നാണേലും ഈ ഒരു കൊച്ചിൻ്റെ കാര്യം കണ്ടിത് എന്തിനായി തീരും എന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.